വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം പഞ്ചാശീതിതമോധ്യായ 85-ാമത്തെ അധ്യായം. ശ്രീ ബാദരായണിരുവാച ഹതൈകതാത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ വസുദേവോഭിനന്ദ്യ പ്രീത്യാ സംഘർഷണാച്യുതൗ മുനീനാം സവച ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യൈർജാതവിശ്രംഭ പരിഭാഷ്യാഭ്യഭാഷത. ശ്രീ ശിവബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഇങ്ങനെ ഈ ശമന്തപഞ്ചം തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എന്താണ് അവിടെ ഒരു ദിവസം രാമകൃഷ്ണന്മാർ തൻ്റെ കാൽക്കൽ ഒന്ന് നമസ്കരിച്ച സമയത്ത് ആ വസുദേവൻ, അവരുടെ അച്ഛനായ വസുദേവൻ സന്തോഷത്തോടു കൂടിയിട്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി എന്ന് പറയുകയാണ്. എന്താണ്? മുനീനാം സവചശ്രുത്വാ പുത്രയോർധാമസൂചകം. അതായത് തൻ്റെ പുത്രന്മാരാണ് എന്നുള്ള ഭാഗം, അതിൻ്റെ അവരുടെ ആ മാഹാത്മ്യത്തെ പറ്റിയിട്ട് ആ സമന്തപഞ്ചക തീർത്ഥയാത്ര സമയത്ത് ആ മഹർഷിമാർ പലതും പറയുന്നുണ്ടായില്ല. അതൊക്കെ കേട്ടിട്ട് എന്താണ് തദ്വീര്യൈ ജാതവിശ്രംഭ, അവരുടെ ആ അതിൽ വിശ്വാസം ജനിച്ചുള്ള വസുദേവൻ, അവരുടെ ആ മുനിമാരുടെ വാക്കുകളെ കൊണ്ട് അവരുടെ മഹത്വത്തിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള വസുദേവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേവാം അസ്യൽ സാക്ഷാൽ പ്രധാന പുരുഷൗ പരൗ. ഹേ മഹായോഗിൻ സനാതന കൃഷ്ണ കൃഷ്ണ, അതായത് ആ യോഗീശ്വരനും നിത്യനുമായ, സനാതന പറഞ്ഞ നിത്യനുമായിട്ടുള്ള കൃഷ്ണ, അതുമാതിരി സംഘർഷണ ബലരാമ, അസ്യ യൽ ഈ ലോകത്തിന് യാതൊന്നാണോ സാക്ഷാൽ പ്രധാന പുരുഷവും ആ പ്രകൃതി പുരുഷന്മാരായിട്ട് സംഭവിക്കുന്ന അവര് പരവും അതിനുപരി സാക്ഷാൽ ഈശ്വരനായും ഉണ്ടായിട്ടുണ്ടല്ലോ. അതെല്ലാം വാം ജാനേ, നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ ഒന്ന് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരുമാണ് പ്രപഞ്ചത്തിൻ്റെ ആദികാരനായിട്ടുള്ള പ്രകൃതിക്കും പുരുഷനും ഒക്കെ അതീതനായിട്ടുള്ള ഈശ്വരനായിട്ടും എല്ലാം നിങ്ങൾ തന്നെയാണ് എനിക്ക് മനസ്സിലായി. എത്ര യേന യഥോ യസ്യ യസ്മൈ യൽ യഥാ യത് സ്യാൽ ഇദം ഭഗവൻ സാക്ഷാൽ പ്രധാന പുരുഷേശ്വര. ഇദം വിശ്വം, ഈ പ്രപഞ്ചം, എത്ര യാതൊന്നിൽ, യേന യാതൊരാളാൽ, യഥ യാതൊന്നിൽ നിന്നും, യസ്യ യാതൊരാളുടേതായി, യസ്മൈ യാതൊരാൾക്ക് വേണ്ടി, യത് യാതൊന്നിനെ കൊണ്ട്, യൽ യാതൊന്നായിട്ട്, യഥാ യാതൊരു പ്രകാരത്തിൽ, യഥ യാതൊരു കാലത്തിൽ, സ്യാൽ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം പ്രധാന പുരുഷേശ്വര ഭഗവാൻ സാക്ഷാൽ പ്രകൃതിക്കും പുരുഷനും ഉപരിയായിട്ട് അതീശ്വരനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം എന്ന് പറയുകയാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരൻ ആണ് ഭഗവാന്മാർ, പിന്നെ ഉപാദാന കാരണവും നിമിത്ത കാരണവും എല്ലാം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ ഉണ്ടായിരിക്കുന്നത് അതെല്ലാം പ്രകൃതിക്കും പുരുഷനും ഉപരിയായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ഭഗവാന്മാരുടെ ഒരു വൈഭവം കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം ഉണ്ടായതും നിലനിൽക്കുന്നതും അവസാനം ഭഗവാന്മാരിൽ തന്നെ ലയിക്കുന്നതും. ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടമധോക്ഷജ ആത്മനാനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭരിഷ്യജ. ഹേ അധോക്ഷജ, ഇന്ദ്രിയങ്ങൾ ജ്ഞാനത്തിന് വിഷയീഭവിക്കാത്തവനായിട്ടുള്ള ഭഗവാനെ, ആത്മൻ ആത്മസ്വരൂപിയായവനെ, ആത്മസൃഷ്ടം തന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ നാനാവിധം ഏതൽ വിശ്വം പലതരത്തിലുള്ള ഈ പ്രപഞ്ചത്തെ ആത്മനാ അനുപ്രവിശ്യ സ്വയം അതിനുള്ളിൽ അന്തര്യാമിയായിട്ട് പ്രവേശിച്ച്
പ്രവേശിച്ചിട്ട് അങ്ങ് എങ്ങനെയാണ് ജന്മാതിരഹിതനായിട്ടുള്ള അങ്ങ് പ്രാണ ജീവ വിപക്ഷി പ്രാണനായിട്ടും ജീവനായിട്ടും അങ്ങ് തന്നെയാണ് ഓരോ ജീവജാലങ്ങളിലും വ്യക്തി ഇതിലെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഇരിക്കുന്നത് അങ്ങ് തന്നെ, ഭരിക്കുന്നത് അങ്ങ് തന്നെയാണ്. പ്രാണാദീനം വിശ്വസൃജം ശക്തയോ യാ പരസ്യത പാരതന്ത്ര്യാൽ വൈസാദൃശ്യൽ ദ്വയോശ്ചേഷ്ടൈവ ചേഷ്ടതം. വിശ്വസൃജാം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പ്രാണാദീനം പ്രാണാദികളായിട്ടുള്ള ഏതെല്ലാം ശക്തികളുണ്ടോ, ശക്തയാ ഉണ്ടോ അവയെല്ലാം പരസ്യ പാരതന്ത്രിയൽ, അതായത് ഏറ്റവും ഉപരിയായവൻ്റേത് അങ്ങയുടെയാണ്, ഏറ്റവും എല്ലാറ്റിനും പരമായിരിക്കും അങ്ങയുടെയാണ് ഈ ശക്തികളെല്ലാം. എന്നാലോ അസ്വാതന്ത്ര്യം ഹേതുവായിട്ട് ദ്വയോ അവ രണ്ടിനും തമ്മിൽ വൈസാദൃശ്യൽ ഈ വ്യത്യസ്ത നില അതായത് രണ്ട് എന്നുള്ള ഈ ഭാവം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ചേഷ്ടതാം ചേഷ്ടായേവ, അത് ഈ സ്പന്ദിക്കുന്ന അവയ്ക്ക് ഒരു ചേഷ്ട മാത്രമാണെന്ന് പറയുകയാണ്. അതായത് ഈശ്വരൻ്റെ പ്രേരിതമായിട്ടാണ് ഈ രണ്ടിനെ രണ്ടായി കാണുന്നതും അത് അങ്ങയുടെ ആ മായയുടെ ഇത് കാരണം കൊണ്ടാണ് അതെന്ന് പറയാം. കാന്തിസ്തേജ പ്രഭാസത്ത ചന്ദ്രാഗ്നർക്കക്ഷ വിദ്യുതം യൽ സ്ഥൈര്യം ഭൂഭൃതാം ഭൂമേർ വൃത്തിർഗന്ധോർത്ഥോ ഭവൻ. ഇനി ഈ പ്രപഞ്ചത്തിലെ ഓരോ ചന്ദ്രൻ്റെ, അഗ്നിയുടെ, സൂര്യൻ്റെ, നക്ഷത്രങ്ങളുടെ, ഇടിമിന്നലിൻ്റെ, ഇതിൻ്റെയൊക്കെ ഈ ഓരോന്നിൻ്റെയും കാന്തി, തേജസ്, പ്രഭ, സത്ത ഇതെല്ലാം പിന്നെയോ ഇതെല്ലാം ആരാണ്? ഇതെല്ലാം അങ്ങ് തന്നെയാണ്. പിന്നെയോ ഭൂഭൃതാം സ്ഥൈര്യം, ഈ പർവ്വതങ്ങളുടെ ആ സ്ഥിരഭാവം ഉണ്ടോ അതും, ഭൂമിയെ വൃത്തി ഭൂമിയുടെ ഇരിപ്പും, ഗന്ധം എന്നുള്ള ഗുണവും, അർത്ഥത സത്യത്തിൽ ഭവാനാണ്. തർപ്പണം പ്രാണനം അവാം ദേവത്വം തശ്ച തദ്രസ ഓജസ്സഹോ ബലം ചേഷ്ട ഗതിർവായോസ്തവേശ്വര. ഹേ ഈശ്വര, അപാം തർപ്പണം, ഈ ജലത്തിൻ്റെ ആ തർപ്പണം, അതായത് ജലത്തിൻ്റെ ഗുണം എന്താണ്? തർപ്പണം എല്ലാറ്റിനെയും എന്താണ്? ജീവനദായകത്വം, അതുമാതിരി തർപ്പിച്ചുള്ള ഗുണം, തദ്രസം അതിൻ്റെ രസം, ഇതെല്ലാം അങ്ങ് തന്നെയാണ്. വായോ ഓജ സഹ ബലം ചേഷ്ട ഗതി തവ, അതായത് വായുവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓജസ്, അതുമാതിരി അന്ധക്കരണത്തിലുള്ള ശക്തി, ബലം, ചേഷ്ട, ഇതെല്ലാം വായു, ഗതി ഇതെല്ലാം വായുവിൻ്റെ ഗുണം, അതും യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണ്. ദിശാം ത്വം അവകാശോസി ദിശഖം സ്ഫോട ആശ്രയ നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീനാം പൃഥകൃതി. അങ്ങ് തന്നെയാണ് ദിശാം അവകാശ, ദിക്കുകളും അതിൻ്റെ ഇടസ്ഥാനവും, അതുമാതിരി അങ്ങ് തന്നെയാണ്. ആകാശം അങ്ങാണ്, അതിൻ്റെ ആ അവലംബമായിട്ടുള്ള ശബ്ദം, സ്ഫോട, നാദ, ഓങ്കാര, ആകൃതീനാം പൃഥകൃതി, ശബ്ദവിശേഷം, ഇതെല്ലാം ആകാശത്തിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ആരാണ്? അതും അങ്ങ് തന്നെയാണ്. അപ്പം എന്താണ്? പഞ്ചഭൂതങ്ങളുടെ പഞ്ചഭൂതങ്ങളും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണ്. ഇന്ദ്രിയം ത്വിന്ദ്രിയാണം ത്വം ദേവശ്ച തദനുഗ്രഹ അവബോധോ ഭവൻ ബുദ്ധേ ജീവസ്യ അനുസ്മൃതി സതി. അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തന ശക്തിയും അതിൻ്റെ അധിഷ്ഠാന ദേവതകളും അവരുടെ അനുഗ്രഹവും എല്ലാം യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണ്. ബുദ്ധേ അവബോധ, ഈ ബുദ്ധിയുടെ അറിവാനുള്ള ശക്തി, അവബോധത്തിനുള്ള ശക്തി, അതുമാതിരി ജീവന്റെ സത്യമായിട്ടുള്ള ആ അനുസ്മൃതി, ഇതും ഭഗവാൻ തന്നെയാണ്. ഭൂതാനാമസി ഭൂതാദി ഇന്ദ്രിയാണാം ച തൈജസ വൈകാരികോ വികൽപ്പാനം പ്രധാനമനസായിനം. ഭൂതാനാം ഭൂതാദി, ഈ പഞ്ചഭൂതങ്ങൾ എഴുന്നുണ്ടായത് താമസ അഹങ്കാരം, അതാണ് ഭൂതാദി, താമസ അഹങ്കാരം. അതുമാതിരി ഇന്ദ്രിയങ്ങൾ ഉണ്ടായിട്ടുള്ള തൈജസ അഹങ്കാരം, പിന്നെയോ വിവിധ കൽപ്പനകൾക്ക് ആധാരങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളായും മനസ്സുമായിട്ടുള്ള അതിനെല്ലാം അതിന് കാരണമായിട്ടുള്ള ആ സാത്വിക അഹങ്കാരം, പിന്നെയോ കർമ്മവാസന ചേർന്നുള്ള ജീവന്മാർക്ക് ഇതായിട്ടുള്ള ആ പ്രധാനം എന്നുള്ളത്, അല്ലെങ്കിൽ മഹത്വത്വം എന്നുള്ളത്, അതും യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മൂലപ്രകൃതി എന്ന് പറയുന്നത് അതും അങ്ങ് തന്നെയാണ്. നശ്വരേഷ്വിഗത ഭാവേഷു തദസി ത്വമനശ്വരം യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. നശ്വരങ്ങളായിട്ടുള്ള ദ്രവ്യവികാരി, ഈ ദ്രവ്യങ്ങളിലെ ഓരോ വികാരങ്ങൾ, അതിൽ ദ്രവ്യമാത്രം യഥാ, ദ്രവ്യം ഏതു വിധമോ അപ്രകാരം ഈ ലോകത്തിൽ ആ
നശിക്കുന്ന ഭാവങ്ങളിലെല്ലാം നശിക്കാണ്ട് അനശ്വരമായിട്ടിരിക്കുന്ന ആ വസ്തു തത്വം ഏതാണോ അതും അങ്ങ് തന്നെയാണ് ഭഗവാനെ. സത്വം രജസ്തമൈതി ഗുണാ തദ്വൃത്തയശ്ചയാ ത്വയ്യദ്ധാ ബ്രഹ്മണി വരേ കൽപ്പിതാ യോഗമായയാ. എങ്ങനെയാണ് ഈ മൂന്ന് ഗുണങ്ങൾ, സത്വം രജസ് തമസ്, ഈ ഗുണങ്ങളും അതിൻ്റെ വൃത്തികളായിട്ടുള്ള സുഖദുഃഖാദികളും പിന്നെയോ സാക്ഷാൽ പരേ ബ്രഹ്മണി ത്വയി യോഗമായയാ കൽപ്പിത, ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള അങ്ങയുടെ യോഗമായാൽ കൽപ്പിക്കപ്പെട്ടവ തന്നെയാണെന്ന് പറയാണ്. തസ്മന്ന സന്ധ്യമീ ഭാവ യർഹി ത്വയി വികൽപ്പിത ത്വം ചാമീഷു വികാരേഷു ഹന്യതാ വ്യാവഹാരിക. യർഹി എപ്പോ യാതൊരവസരത്തിൽ ഈ ഭാവങ്ങൾ അമീഭാവ ത്വയി വികൽപ്പിത അങ്ങയിൽ ആരോപിക്കപ്പെട്ടവയാണോ തസ്മാൽ അത് ഹേതുവായിട്ട് ന സന്ധി, യഥാർത്ഥത്തിൽ ഇവ ഭവാങ്കൽ ഉള്ളതല്ല. അതായത് യഥാർത്ഥത്തിൽ ഇതൊന്നും അങ്ങയിലുള്ളതല്ല, അതെല്ലാം അങ്ങയിൽ ആരോപിക്കപ്പെട്ടതാണ്. എപ്പോൾ മാത്രം ത്വം അമീഷു വികാരേഷു, അതായത് എപ്പോഴാണ് അങ്ങ് വേണമെന്ന് വെച്ചിട്ട് ഈ വികാരങ്ങൾ സ്ഥിതിച്ചിരിക്കുന്നത് അപ്പോൾ മാത്രം ഇതെല്ലാം ഭവാങ്കൽ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു മാത്രമേ അല്ല. അന്യത അല്ലാത്ത സമയത്ത് അവ്യാവഹാരിക അങ്ങ് ഈ വ്യവഹാരങ്ങൾക്കെല്ലാം അന്യനായിട്ട് തീരെ ഇല്ലാത്ത ഒന്നുമില്ലാണ്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് അങ്ങനെ അവ്യവഹാരികനായിട്ട് അങ്ങനെ കഴിയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഗുണപ്രവാഹ ഏതസ്മിൻ അബുധാത്വഖിലാത്മന ഗതിം സൂക്ഷ്മാം അബോധേന സംസരന്തീഹ കർമ്മവി. ഈ ഗുണങ്ങളുടെ പ്രവാഹമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ സർവാത്മാവായിട്ടുള്ള അങ്ങയുടെ അതിസൂക്ഷ്മമായിട്ടുള്ള ഗതിയെ അഭൂതാതു അറിയാത്തവരാകട്ടെ അബോധേന വിവരക്കേട് കൊണ്ട് മാത്രം കർമ്മവി ഈഹ സംസരന്തി, അങ്ങയുടെ യഥാർത്ഥ സൂക്ഷ്മ രൂപത്തിലുള്ള അങ്ങയുടെ തത്വം മനസ്സിലാക്കാത്ത അവിദ്വാൻമാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ കർമ്മബന്ധവും അത് കൊണ്ടുണ്ടാകുന്ന ഈ സംസാരവും ഉണ്ടാവൂ. സാധാരണക്കായി ഈ നേരെ മറിച്ച് അങ്ങയുടെ തത്വം അറിയുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല എന്നാണ് വസുദേവൻ പറയണത്. യദൃച്ഛയാ നൃതാം പ്രാപ്യ സുകൽപാമിക ദുർലഭം സ്വാർത്ഥേ പ്രമത്തസ്യ വയോ ഗതം ത്വന്മായ ഈശ്വര. ഈശ്വര, എല്ലാറ്റിനും കഴിവുള്ളവനായിട്ടുള്ള ഭഗവാനെ, ഇഹ ദുർലഭാം സുകൽപാം നൃതാം, അതായത് ഈ ലോകത്തിൽ ലഭിപ്പാൻ വളരെ പ്രയാസമായിട്ടുള്ളതാണ് എങ്കിലോ നല്ല കെട്ടുറപ്പതായിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തെ യാദൃച്ഛികമായിട്ട് പ്രാപ്യ ലഭിച്ചിട്ട് ത്വന്മായയാ അങ്ങയുടെ മായയിൽ മുഴുകിയിട്ട് സ്വാർത്ഥേ പ്രമത്തസ്യ തൻ്റെ അവനവൻ്റെ കാര്യത്തിൽ അങ്ങനെ മുഴുകി അത്യാസക്തോടു കൂടിയിട്ടുള്ള ഈയുള്ളവൻ്റെ വയഗത എൻ്റെ ആയുഷ്കാലം മുഴുവൻ അങ്ങനെ തീർന്നു പോയില്ലേ ഭഗവാനെ എന്ന് പറയുകയാണ്. അതായത് മനുഷ്യ ശരീരം ലഭിച്ചു എന്ന് കഴിഞ്ഞാൽ എന്തിനാ വേണ്ടത്? അത് മോക്ഷത്തിനായിട്ട് ആത്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കണം. അതുണ്ടായില്ല, അങ്ങയുടെ മായയിൽ മുഴുകിയിട്ടിതാ എൻ്റെ ജീവിതകാലം ഒരുവിധ ആയുഷ്കാലം മുഴുവൻ കഴിയാറായി എന്ന് പറയുകയാണ്. അസാവഹമ്മൈവൈദേ ദേഹേ ചാസ്യന്വയാദിലോ സ്നേഹവാസേ നിബദ്ധാതി ഭവാൻ സർവമിതം ചകൽ. യഥാർത്ഥത്തിൽ ഇത് അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങാണ്, അങ്ങയുടെ മായ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. എന്താണ്? ദേഹേ, ഈ ശരീരത്തിൽ അസൗ അഹം, ഇത് ഞാനാണെന്നും ഈ ദേഹത്തെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള അന്വയാദിഷു, അതായത് പുത്രൻ, ഭാര്യ, ഗൃഹം, ഇതിലൊക്കെ ഏതേ മമ ഏവ, ഇവരെല്ലാം എൻ്റേതാണെന്നുള്ള ആ സ്നേഹഭാഷയെ ഞാൻ എൻ്റെ ഇതിലുള്ള ഭാവങ്ങളുണ്ടല്ലോ, സ്നേഹഭാഷങ്ങൾ, അതെല്ലാം ഭവാൻ ഇതം ജഗൽ സർവം നിബദ്നാദി, അങ്ങ് ഈ പ്രപഞ്ചത്തിനെ ബന്ധിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ നിലനിർത്താൻ വേണ്ടി അങ്ങയുടെ മായയിലുണ്ടാക്കി തീർത്തുള്ളതാണ് ഇതെല്ലാം. യുവം നന സുതൗ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരൗ ഭൂപാരക്ഷത്രക്ഷപണ അവതീർണൗ തഥാർത്ഥഃ എന്ന് മാത്രമല്ല, അങ്ങനെ പരബ്രഹ്മസ്വരൂപത്തിൽ അങ്ങ് സാക്ഷാൽ ഈശ്വരനാണ് എന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങൾ രണ്ടുപേരും യുവാം ന സുതൗ ന, യഥാർത്ഥത്തിൽ എൻ്റെ പുത്രന്മാരല്ല, സാക്ഷാൽ പ്രധാന പുരുഷേശ്വരവും, പ്രകൃതിക്കും പുരുഷനും ഈശ്വരന്മാരായിട്ടുള്ള സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. എന്നാലും ഇവിടെ എന്തിനാണ് സഗുണ സ്വരൂപത്തിൽ, അവതാര സ്വരൂപത്തിൽ ഭൂഭാര ക്ഷത്രക്ഷപണേ, ഭൂമിക്ക് ഭാരമായിട്ട് തീർന്നുള്ള ദുഷ്ടക്ഷത്രിയന്മാരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചവരാണ് തഥാ അർത്ഥ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്.
തത്തേകദോസ്മ്യരണമദ്യപധാരവിന്ദം ആവന്ന സംസൃതിപയാവഹം ആർത്തബന്ധോ ഏതാവതാലം അലം ഇന്ദ്രിയലാലസേന മർത്യാത്മദൃക്വരേയതപത്യബുദ്ധി. അതുകൊണ്ട് ഭഗവാനെ ഇതാ അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. ആർത്തബന്ധോ, അതായത് ദീനന്മാരിലെ കാരുണ്യമുള്ളവനെ എന്ന് പറയുകയാണ്. എന്താണ്? ആദ്യ ഇപ്പോൾ ഞാൻ ആപന്ന സംസൃതി ഭയാവഹം, ഈ ആശ്രിതന്മാർക്കുള്ള സംസാര ഭയത്തെ മുഴുവൻ നീക്കിക്കളയുന്ന തേ പദാരവിന്ദം, അങ്ങയുടെ പദാരവിന്ദത്തെ അരണം ഗതാസ്മി, അങ്ങേതാ ഞങ്ങൾ ഞാൻ ശരണം പ്രാപിച്ചവനായിരിക്കണു. യാതൊരു കാരണത്താൽ മർത്യ ആത്മദൃ, ഈ നശ്വരമായിട്ടുള്ള മനുഷ്യ ശരീരത്തിൽ ഞാനാണെന്നുള്ള ഭാവത്തോടു കൂടിയും പരേത്വയി പരമ്പൊരുളായിട്ടുള്ള അങ്ങയിൽ അപത്യബുദ്ധി, അതായത് അങ്ങ് എൻ്റെ പുത്രനാണ് എന്നുള്ള ഭാവത്തോടു കൂടി ഇരിക്കുന്നു. അങ്ങനെയുള്ള ആ ഇന്ദ്രിയ ലാലസേന, ആ ഇന്ദ്രിയാസക്തി കൊണ്ട് എനിക്കിതാ ഇത്ര കാലം അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞുകൂടിയിരുന്നത്. എനിക്ക് മതിയായി, എനിക്കിതൊന്നും വേണ്ട. അങ്ങയുടെ പദാരവിന്ദത്തിൽ അങ്ങ് ആ ജഗദീശ്വരനാണെന്നുള്ള ഭാവത്തിൽ അങ്ങേ ഞാൻ എന്താ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സംസാര ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട്. സുഹൃതീഗൃഹേ നനു ജഗാദ ഭവാനജോന്നൗ സംജജ്ഞ ഇത്യനുയുഗം നിജധർമ്മഗുപ്ര്യൈ നാനാതനുർഗഗനവൽവിദതജ്ജഹാസി കോ വേദഭൂമ്ന ഉരുഗായ വിഭൂതിമായം. അതായത് ഹേ അജ ഉരുകായ, ഒരിക്കലും ജന്മമില്ലാത്തവനും ബഹുവിധേന ഉരുകായ എന്ന് പറഞ്ഞാൽ പല രീതിയിലും സ്തുതിക്കപ്പെടുവാൻ യോഗ്യനായവനെ, നിജധർമ്മഗുപ്തൈ താൻ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി അനുയുഗം സംജജ്ഞേ യുഗം തോറും അവതരിച്ചിട്ടുണ്ട്. ഇതി നൗ എന്ന് അങ്ങ് ഞങ്ങളോട് സൂതിഗൃഹേ ഭവാൻ നനു ജഗാദ, അങ്ങ് ഞങ്ങളുടെ ജനിച്ച സമയത്ത് ഞങ്ങൾ രണ്ടുപേരോടും അങ്ങ് ആ സൂതിഗൃഹത്തിൽ വെച്ച് പറയുണ്ടായിട്ടുണ്ട്. പിന്നെയോ ഗഗനവൽ നാനാതനു വിതതൽ, ആകാശം പോലെ അനേകം ശരീരങ്ങളെ ഇങ്ങനെ ധരിച്ചുകൊണ്ട് ജഹാജ് അങ്ങ് അവയെ വെടിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമ്ന ബ്രഹ്മമായ അങ്ങയുടെ വിഭൂതിയാകുന്ന ഈ യോഗമായി വേദ ആർക്കാണ് അറിയാൻ കഴിയുക? അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ചിലതൊക്കെ ഞങ്ങൾ അപ്പം തന്നെ മറന്നു. അങ്ങയുടെ യഥാർത്ഥ മഹത്വം ആർക്കാണ് അറിയാൻ കഴിയുക ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് വസുദേവര് ഭഗവാൻ തൻ്റെ പുത്രന്മാരെ ഭഗവാൻ ഈ സാക്ഷാൽ ജഗദീശനാണെന്നുള്ള ഭാവത്തിൽ സ്തുതിക്കുകയാണ്. ശ്രീശുരോവാച ആകർണ്യേർത്ഥം പിതുർവാക്യം ഭഗവൻ സത്വദർശഭ പ്രത്യാഹ പ്രശ്രയാനമ്ര പ്രഹസൻ ശ്ലക്ഷ്ണയാഗിര. ശ്രീ ബ്രഹ്മട്ടി പറയുകയാണ്, പിതൃവാക്യം ആകർണ്യേർത്ഥം, ഇപ്രകാരമുള്ള അച്ഛൻ്റെ വാക്കുകളെ കേട്ടിട്ട് സത്വദർശവനായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. എങ്ങനെ? പ്രശ്രയാനമ്ര, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് വിനയഭാവത്തോടു കൂടിയിട്ട് പ്രഹസൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മധുരമായിട്ടുള്ള വാക്കുകളോടുകൂടി മറുപടി പറഞ്ഞു എന്നാണ്. ശ്രീ ഭഗവാനുവാച വചോവ സമവേദാർത്ഥം താതൈതതുപവന്മഹേ എന്ന പുത്രൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാഹൃത. പിതാവേ, എന്താണ് അങ്ങയുടെ പുത്രന്മാരായ ഞങ്ങളെ എന്ന പുത്രാൻ സമുദ്ദിശ്, ഞങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് എന്താണ്? അതായത് തത്വഗ്രാമ ഉദാഹൃത, തത്വമസ്യാദി വാക്യാർത്ഥങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അങ്ങയുടെ ഈ വാക്കുണ്ടല്ലോ, വചോവ, അത് എങ്ങനെയാണ്? വളരെ ഏറ്റവും അർത്ഥവത്തായിട്ട് കരുതുന്നു ഞങ്ങളെന്ന് പറയുകയാണ്. അത് എങ്ങനെയാണ്? വളരെ തത്വപ്രകാരം തന്നെയാണ് അങ്ങ് പറഞ്ഞത്. അഹം യൂയം അസൗ ആര്യ ഇമേ ചദ്വാരകൗകസ സർവേപ്യേവം യദുശ്രേഷ്ഠ വിമൃശ്യ സചരാചരം. ഒന്ന് വേണ്ട രീതിയിൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വിമൃശ്യ എന്താണ്? ഈ അങ്ങ് പറഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥം ഇതുണ്ടല്ലോ, ഞാനും അങ്ങും ഈ ജ്യേഷ്ഠനും ഈ ദ്വാരകാവാസികളടക്കമുള്ള എല്ലാ ചരാചരങ്ങളും ഇപ്രകാരം യഥാർത്ഥത്തിൽ ആ ഭഗവാന്റെ അംശമായി തന്നെ വീക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം എല്ലാവർക്കും ചേരും ഈ അങ്ങ് പറഞ്ഞുള്ള തത്വം. ആത്മാഹ്യേക സ്വയം ജ്യോതിർ നിത്യോ അന്യോ നിർഗുണോ ഗുണൈ ആത്മസൃഷ്ടൈ തൽകൃതേഷു ഭൂതേഷു ബഹുധേയതേ.
ഈ ആത്മാവ് യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ, ഏക. സ്വയം ജ്യോതി, സ്വയം പ്രകാശസ്വരൂപനാണ്, നിത്യനാണ്. പിന്നെയോ അന്യ, അതായത് ജഡവസ്തുക്കളിൽ നിന്നൊക്കെ അന്യനാണ്, നിർഗുണനാണ്. ഗുണൈ ആത്മസൃഷ്ടൈ, അതായത് തൽകൃതേഷു, തന്നാൽ ഈ ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആത്മസൃഷ്ടൈ, തന്നാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള കൃതേഷു ഭൂതേഷു ബഹുദേ, താൻ തന്നെ സൃഷ്ടിച്ചുള്ള ഈ പല ഭൂതങ്ങളിൽ അങ്ങനെ പലതായിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഖം വായു ജ്യോതിരാവോ ഭൂ തൽകൃതേഷു യഥാശയം ആവിസ്ഥിരോൽപഭൂര്യേകോ നാനാത്വം യാത്യസാവവീ. ഏതുമാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ ഖം വായുതി ആവോ ഭൂ, അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ തൽകൃതേഷു യഥാശ, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാവുന്നത്. മണ്ണ്, കല്ല്, വൃക്ഷങ്ങൾ, ശരീരങ്ങൾ, ഇതെല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതെങ്ങനെയാണ്? അതിൻ്റെ ആ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചിട്ട് അനുപാതം മാറിയിട്ടാണ് പലതായിട്ട് തീരണമെന്ന് പറയുകയാണ്. അതായത് പ്രകാരഭേദം ഉണ്ടെന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ വസ്തുഭേദം ഇല്ല എന്ന് പറയുകയാണ്. വസ്തു ഒന്നേ ഉള്ളൂ, പഞ്ചഭൂതങ്ങൾ തന്നെ. അതുമായിട്ട് തന്നെ ആത്മാവും ഒന്നേ ഉള്ളൂ, അത് പലതിലാവുമ്പോൾ പലതായിട്ട് തോന്നുകയാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു അർത്ഥത്തിൽ അങ്ങും ജ്യേഷ്ഠനും ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും യഥാർത്ഥത്തിൽ ആത്മാവ് തന്നെയാണെന്നാണ് ഭഗവാൻ ആ തത്വമസി എന്നുള്ള തത്വം ഉണ്ടല്ലോ, അതാണ് അച്ഛന് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീശുകൗവാച ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃതം ശ്രുത്വാ വിനഷ്ടനാനാധീ തൂഷ്ണിം പ്രീതമനാഭൂൽ. ആ ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഇപ്രകാരം ഭഗവതാ, അതായത് ഭഗവാന്റെ വാക്യം കേട്ടിട്ടുള്ള വസുദേവര് ഇങ്ങനെ ശ്രുത്വാ വിനഷ്ടനാനാധി, അതായത് ഈ നാനാത്വബോധം അങ്ങനെ തീരെ നശിച്ചവനായിട്ട് അല്ലെങ്കിൽ ഏകത്വബോധം ഉദിച്ചവനായിട്ട് സന്തുഷ്ടിയോ പ്രീതമനാഭുൽ, വളരെയോടെ സന്തുഷ്ടിയോട് കൂടിയിട്ട് മൗനത്വം അവലംബിച്ചു എന്ന് പറയുകയാണ്. അതായത് അദ്ദേഹത്തിന് ആ യഥാർത്ഥത്തിലുള്ള ആത്മജ്ഞാനം ഗ്രഹിച്ചവനായി. അഥ തത്ര ഗുരുശ്രേഷ്ഠ ദേവകീ സർവദേവത ശ്രുത്വാനീതം ഗുരോപുത്രം ആത്മജാഭ്യാം സുവിസ്മിത. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഥ തത്ര ഒരു പരീക്ഷിത്തെ ദേവകി, ഭഗവാന്റെ അമ്മയായുള്ള ദേവകീ ദേവി സർവദേവത ഇങ്ങനെയാണ്. ഇത് എന്താണ്? ശ്രുത്വാനീതം ഗുരോപുത്രം ആത്മജാഭ്യാം സുവിസ്മിത. പണ്ട് ആ രാമകൃഷ്ണന്മാരെ സാന്ദീപനി ഗുരുവിന് അദ്ദേഹത്തിൻ്റെ മൃതപുത്രനെ വീണ്ടെടുത്ത് കൊണ്ടുവന്നിട്ട് ഗുരുദക്ഷിണ ചെയ്തിട്ടുള്ള കാര്യം ഓർമ്മിച്ചിട്ട് വളരെയധികം അത്ഭുതം കൂറിയെന്ന് പറയാണ്. എന്നിട്ടോ കൃഷ്ണരാമൗ സമാശ്രാവ്യ പുത്രാൻ കംസവിഹിംസിതൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലബ്യൽ അശ്രുലോചന. അപ്പോൾ ഇങ്ങനെ അലിച്ചപ്പോൾ ആ ദേവിക്ക് ഒന്നും കൂടി ഉണ്ടായതു തോന്നി. എന്താണ്? കംസവിഹിംസിതാൻ പുത്രാൻ, കംസൻ തൻ്റെ 6 പുത്രന്മാരെ വധിച്ചില്ലേ, അവരെ ഒന്ന് സ്മരന്തി ഓർമ്മിച്ചിട്ട് എന്തു ചെയ്തു? വളരെയധികം വിഷമത്തോടുകൂടി രാമകൃഷ്ണന്മാരെ വിളിച്ചിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു. ദേവക്യുവാച രാമ രാമ പ്രമേയാത്മൻ കൃഷ്ണയോഗേശ്വരേശ്വര വേദാഹം വാം വിശ്വസൃജം ഈശ്വരാവാദിപൂരുഷൗ കാലവിധ്വസ്തസത്വാനം രാജ്ഞാമുച്ഛാസ്ത്രവർത്തിനം ഭൂമേർഭാരായമാണാനാം അവതീർണൗ കിലാദ്യമേ യസ്യാംശാംശാംശഭാഗേന വിശ്വോത്പത്തിലയോദയ ഭവന്തി കില വിശ്വാത്മൻ തം ത്വാദ്യാഹം ഗതിംഗത. ആദ്യം രാമനെയും കൃഷ്ണനെയും വിളിച്ചിട്ട് അപ്രമേയാത്മാവായിട്ടുള്ള രാമ, അതുമാതിരി യോഗീശ്വരന്മാരിലും ഈശ്വരനായിട്ടുള്ള കൃഷ്ണ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിശ്വസൃജാം ബ്രഹ്മാദി ദേവന്മാർക്കും കൂടിയിട്ട് ആദ്യമായിട്ടുള്ള ആദി പുരുഷന്മാരാണെന്ന് എനിക്കറിയണു എന്ന് പറയുകയാണ്. ആ കാലവിധ്വസ്ത കാലത്തിൻ്റെ ആ ശക്തി സ്വാധീനം കൊണ്ട് ഈ സാത്വികത നശിച്ചിട്ടുള്ള, അതുമാതിരി ശാസ്ത്രവിധികളെ ധിക്കരിച്ചിട്ട് ഭൂമിക്ക് ഭാരമായി തീർന്നിട്ടുള്ള
രാജ്ഞാം ഉച്ഛാസ്ത്രവർത്തിനം, അതായത് ശാസ്ത്രവിദ്യയൊക്കെ തെറ്റിച്ചുകൊണ്ട് നടക്കുന്ന രാജാക്കന്മാരുടെ ദുർഭരണം കൊണ്ട് ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്നു. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവതീർണവും ഇലദ്യമേ, സംഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവതരിച്ചതെന്ന് എനിക്കറിയാം. അങ്ങ് എങ്ങനെയാണ് വിശ്വോൽപത്തിലയോദയ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സംഹാരം, അതുമാതിരി സ്ഥിതി, ഇതെല്ലാ കാര്യങ്ങളും യാതൊരാളുടെ അംശത്തിൻ്റെ അംശം കൊണ്ടാണ് നടക്കുന്നത്. അതുമാതിരി തന്നെ അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. യസ്യ അംശാംശഭാഗേന വിശ്വൽപത്തിലേയോദയ ഭവന്തി കില വിശ്വാൽപനം തം ത്വാദ്യാഹം ഗതിം ഗത. അങ്ങനെയുള്ള ഈ വേദങ്ങളിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയുള്ളത്. അങ്ങാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്നുള്ളത്. അങ്ങയുടെ, അതായത് എന്താണ് അംശാംശാംശ ഭാഗേന എന്ന് പറഞ്ഞില്ലേ, അങ്ങയുടെ അംശമാണ് ഈ പുരുഷൻ. അംശാംശം എന്ന് പറഞ്ഞാൽ പ്രകൃതി, അതിൻ്റെ അംശം പ്രകൃതിയുടെ അംശങ്ങളായിട്ടുള്ള ഗുണങ്ങൾ, മഹതാദി വികാരങ്ങൾ, ഇതൊക്കെ ആവാം. അപ്പം അങ്ങനെ അംശാംശാംശ ഭാഗേന ആണ് ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്താണ് ഈശ്വരന് മാത്രം സാധ്യമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയാണ്. ഇനി എന്താണ്? ചിരന്മൃതസുധാദാനേ ഗുരുണാഖില ചോദിതൗ ആനിന്യധു പിതൃസ്ഥാനാൽ ഗുരവേ ഗുരുദക്ഷിണം. ചിരാൻ മൃതസുധാദാനെ, കുറെ കാലമായിട്ട് മരിച്ചു പോയിരുന്ന തൻ്റെ പുത്രൻ്റെ കൊണ്ടുവരാൻ വേണ്ടി ഗുരുണാ ചോദിതൗ, നിങ്ങളുടെ ഗുരുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട് പിതൃസ്ഥാനാൽ ഗുരവേ ഗുരുദക്ഷിണം ആനിന്യതു, നിങ്ങൾ എന്ത് ചെയ്തു? ആ യമൻ്റെ പിതൃസ്ഥാനം, ഇവിടെ യമൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ഗുരുവിനായിക്കൊണ്ട് ഗുരുദക്ഷിണയായിട്ട് നിങ്ങൾ ആ ഉണ്ണിയെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള കഥ എനിക്കറിയാവുന്നതാണ്. അതാണ് ഗുരുണാ കില ചോദിതൗന്ന്. കില എന്ന് ഒരു ഇതാണ് അവിടെ, അല്ലാണ്ട് കാലചോദിതന്നല്ല, ഗുരുണാ കില ചോദിതവും കൂടുതൽ നല്ലത് നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കഥ പറയണ മാതിരിയാണ് കില എന്ന് പറയണത്. തഥാമേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരൗ ഭോജരാജഹതൻ പുത്രൻ കാമയേ ദ്രഷ്ടുമാഹൃതൻ. അതുമാതിരി എനിക്കും ഒരാഗ്രഹമുണ്ട്. എന്താണ്? യോഗേശ്വരേശ്വരവും യുവാം, യോഗേശ്വരന്മാർക്കും ഈശ്വരന്മാരായാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അപ്രകാരം മേ കാമം കുരുതം, എൻ്റെ ആഗ്രഹത്തെ ചെയ്യുവിൻ. എന്താണ് ആഗ്രഹം? ഭോജരാജഹതാൻ പുത്രാൻ ആഹൃതാൻ ദ്രഷ്ടും കാമ. എൻ്റെ ആഗ്രഹം എന്താണ്? ആ കംസനാൽ വധിക്കപ്പെട്ട എൻ്റെ 6 മക്കളുണ്ടല്ലോ, അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ദേവകി ദേവിയോട് പറഞ്ഞത്. ഋഷിരുവാച ഏവം സഞ്ജോദിതൗ മാത്ര രാമകൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശതു യോഗമായം ഉപാശ്രിതൗ. ശ്രീ സുബ്രഹ്മണ്യ പറയാണ്, പരീക്ഷിത്തെ ഏവം മാത്രാ സംചോദിതൗ, ഇപ്രകാരം അമ്മയാൽ പ്രേരിപ്പിക്കപ്പെട്ട രാമകൃഷ്ണന്മാര് യോഗമായാം ഉപാശ്രിതൗ സുതലം സംവിവിശതു, ആ ഈശ്വരമായി തങ്ങളുടെ യോഗമായി ആശ്രയിച്ചിട്ട് ആ സുതലത്തിലേക്ക് അങ്ങോട്ട് പോയി. തസ്മിൻ പ്രവിഷ്ടാവുപലഭ്യ ദൈത്യരാട് വിശ്വാത്മദൈവം സുതരം തഥാത്മന തദ്ദർശനാഹ്ലാദപരിപ്ലുതാശയ സദ്യസമുത്ഥായ നനാമസന്വയ. അവിടെ സുതലത്തിലേക്കാണ് എത്തി എന്നാണ് അവിടെ സാക്ഷാൽ മഹാബലിയാണ് അവിടെ കഴിയുന്നത്. തസ്മിൻ പ്രവിഷ്ടൗ വിശ്വാത്മദൈവം, അതായത് അവിടെ ആ പ്രവേശിച്ചവരായിട്ടുള്ള സകലങ്ങളായിട്ടുള്ള ആത്മാവുക്കൾക്കും ദൈവമായിരിക്കുന്നവരും തഥാ ആത്മന സുതരാം ദൈവം, അതുമാതിരി ആ എല്ലാവർക്കും ദൈവമായിരിക്കുന്ന അവരെ ദൈത്യരാട് ഉപലഭ്യ, സകല ലോകത്തിൻ്റെയും വിശേഷിച്ച് തൻ്റെയും ദൈവമായിരിക്കുന്ന അവരുടെ ദർശന നിമിത്തം ഉണ്ടായിട്ടുള്ള ആ തദ്ദർശന ആഹ്ലാദ പരിപ്ലുതാശ, അവരുടെ ദർശനം കൊണ്ടുണ്ടായിട്ടുള്ള സന്തോഷത്തോടുള്ള മനസ്സോടുകൂടി സദ്യ സമുദ്ധായ സാന്വയ നനാമ, പെട്ടെന്ന് എഴുന്നേറ്റ് അവരുടെ മുമ്പിൽ ചെന്ന് ആ തങ്ങളുടെ പരിവാരങ്ങളോട് തന്നെ കൂടെ എല്ലാവരോടും കൂടിയിട്ട് അവർ രണ്ടുപേരും കാൽക്കലങ്ങോട്ട് നമസ്കരിച്ചു. തയോ സമാനീയവരാസനം മുദ നിവിഷ്ടയോത്തത്ര മഹാത്മനോസ്തയോ ദധാരപാദാവനിജ്യ തജ്ജലം സവൃന്ദ ആബ്രഹ്മ പുനന്യദംബുഹ. മഹാത്മനോ തയോ, മഹാത്മാക്കളായിട്ട് അവർ രണ്ടുപേരുടെയും
രണ്ടുപേർക്കും ഇങ്ങനെയാണ് വരാസനം സമാനീയ ശ്രേഷ്ഠമായിട്ടുള്ള ആസനത്തെ കൊണ്ടുവന്ന് കൊടുത്ത്, അതായത് വേണ്ട ഇരിപ്പത്തി ഇരുത്തിയിട്ട് തത്ര നിവിഷ്ടയോ അതിലിരുന്നരുളിയ തയോ പാദോ അവിടെ ഇരുന്നരുളുന്ന അവരുടെ പാദങ്ങളെ അവനിജ്യ കഴുകിയിട്ട് യൽ അമ്പു യാതൊരു പാദോദകമാണോ ബ്രഹ്മ പുനൽ ബ്രഹ്മാവടക്കുള്ള പ്രപഞ്ചത്തിലെ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നത് തജ്ജലം പാദതീർത്ഥം സവൃന്ദ മുദ ശിരസാദാരഹ താനും തൻ്റെ പരിവാരങ്ങളോടുകൂടി കൂടിയിട്ട് സന്തോഷത്തോടുകൂടി ശിരസിൽ അങ്ങനെ ധരിച്ചു മഹാബലി ദദാരഹ അത്ഭുതം തന്നെ എന്ന് പറയാണ് കേട്ടോ. സമരുഹയാമാസ സതൗ വിഭൂതിവിർ മഹാരുഹവസ്ത്രാഭരണാനുലേപനൈ താംബൂലദീവാമൃതഭക്ഷണാദിവി സ്വഗോത്രവിത്താത്മസമർപ്പണേന ച. അതിനുശേഷം അവരെ നല്ല മഹാരുഹ വസ്ത്രാഭരണ അനുലേപനൈ വില പിടിച്ചിട്ടുള്ള വസ്ത്രാഭരണങ്ങൾ, അതുമാതിരി കുറിക്കൂട്ടുകൾ, പിന്നെയോ വിഭൂതിവി താംബൂല ദീപാമൃത ഭക്ഷണാദി വിശിഷ്ടദ്രവ്യങ്ങളാൽ വെറ്റിലടക്കിയ ഭദ്രദീപം, അമൃതോപമ ഭോജ്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് സ്വഗോത്ര വിത്ത് ആത്മസമർപ്പണേന എന്ന് മാത്രമല്ല തൻ്റെ ഗോത്രം, ധനം, സ്വദേഹം എല്ലാം കൂടി ആത്മസമർപ്പണമല്ലേ, എല്ലാം തൻ്റേതും ആയിട്ടുള്ളതും തന്നെയും തൻ്റേതായിട്ടുള്ള എല്ലാം ഭഗവാൻകൾ സമർപ്പിച്ചുകൊണ്ടും സതൗ സമരുഹയാമ അവരെ വേണ്ട രീതിയിൽ ആ മഹാബലി ആദരിച്ചു. സ ഇന്ദ്രസേനോ ഭഗവൽ പദാംബുജം ബിഭ്രന്മുഹു പ്രേമ വിഭിന്നയാധിയാ ഉവാച ആനന്ദജലാകുലേക്ഷണ പ്രഹൃഷ്ടരോമാ നൃപ ഗദ്ഗദാക്ഷരം. ഹേ നൃപ പരീക്ഷിത്തേ പ്രേമ വിഭിന്നയാധിയ അങ്ങനെ ആ ഭക്തി കൊണ്ട് ഇടറിയിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഇന്ദ്രസേന എന്നുള്ള പേരുള്ള ആ മഹാബലി ഭഗവൽ പാദാംബുജം ഭഗവന്റെ പാദാരവിന്ദത്തെ മുഹു ബിഭ്രൽ അതാണ് വീണ്ടും വീണ്ടും ശിരസാ സ്പരിശിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ആനന്ദജല ആകുലേക്ഷണ ആനന്ദാശ്രുക്കൾ അങ്ങനെ നിറഞ്ഞ കണ്ണുകളെ കൊണ്ട് വിവശനായിട്ട് പ്രഹൃഷ്ടരോമ ഗദ്ഗദാക്ഷരം ഉവാചക രോമാഞ്ചം കൊണ്ടുകൊണ്ട് ഇടറിയ അക്ഷരങ്ങളോട് കൂടിയിട്ട് ഗദ്ഗതം കൊണ്ട് ഇടറിയിട്ട അക്ഷരങ്ങളോട് കൂടിയിട്ട് ഈ പ്രകാരം പറഞ്ഞു എന്നാണ്. ഉവാച എന്നാണ് പറഞ്ഞു പോയി. അത്ഭുതത്തോടുകൂടിയിട്ടാണ് പറയണത്, ആശ്ചര്യത്തോടുകൂടി. ബലിരുവാച നമോനന്ദായ ബൃഹദേ നമ കൃഷ്ണായ വേദസേ സാഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനെ ദർശനം വാംഹി ഭൂതാനം ദുഷ്പ്രാപം ചാപ്യദുർലഭം രജസ്തമസ്വഭാവാനം എന്ന പ്രാപ്തൗ യദൃച്ഛയാ. എന്താണ് ബൃഹദേ അനന്തായ നമ, ബൃഹസ്ഥായിട്ടുള്ള സ്വരൂപനായിട്ടുള്ള അനന്തസ്വ ആദിശേഷനായിക്കൊണ്ട് നമസ്കാരം. വേദസേ ജഗന്നിയന്താവായിട്ടുള്ള കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. സാഖ്യയോഗവിധാനായ സാഖ്യത്തിൻ്റെയും യോഗത്തിൻ്റെയും വിസ്താരത്തോടു കൂടിയ പരമാത്മനെ പരമാത്മാവായ പരബ്രഹ്മസ്വരൂപിയായിക്കൊണ്ടുള്ള ഭഗവാന് നമസ്കാരം. എന്താണ് ദർശനം വംഹി ഭൂതാനം അങ്ങനെയാണ്. ദുഷ്പ്രാപം ചാപ്യദുർലഭം രജസ്തമസ്വഭാവാനം. ഈ രജോ ഗുണം തമോ ഗുണം അതുമതിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന മുഴുകിയ സാധാരണ ജീവജാലങ്ങൾക്ക് ഭഗവാന്മാരുടെ ദർശനം എന്നുള്ളതുണ്ടല്ലോ വളരെ അദുർലഭം, വളരെ ദർശനം ദുർലഭ ചാപ്യ അതുർലഭം വളരെ ദുർലഭമാണെന്ന് പറയാണ്. ഇതാണ് ഭൂതാനാം ദുഷ്പ്രാപം വാചാപി. അതായത് സാധാരണ ഈ ഭൂതങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് രജോ ഗുണവും തമോ ഗുണം വർദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് സാധാരണ ജീവജാലങ്ങൾക്ക് ആ ദുഷ്പ്രാപമാണെങ്കിൽ കൂടിയിട്ട് ഈ രജോ ഗുണവും തമോ ഗുണമുള്ള ഞങ്ങൾക്ക് സ്വഭാവാനം എന്ന പ്രാപ്തോ എതിർച്ച അങ്ങുതാ ഞങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും അത്ര ദുർലഭം അല്ല എന്നാണ് പറയുന്നത്. അതായത് അതുർലഭം, അതായത് ഞങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ടാണെച്ചാലും ഞങ്ങൾക്ക് ദർശനം ലഭിച്ചുവല്ലോ, അത് അത്ഭുതാവഹം എന്നേ പറയാറുള്ളൂ എന്നാണ് മഹാബലി പറഞ്ഞതിൻ്റെ ഇവിടെ അർത്ഥം. സാധാരണ എല്ലാവർക്കും ദുർലഭമാണ്, പക്ഷെ ഞങ്ങൾക്ക് അതുർലഭമായി അങ്ങയുടെ കാരുണ്യം കൊണ്ട്. ദൈത്യദാനവഗന്ധർവ സിദ്ധവിദ്യാധ്രചാരണ യക്ഷരക്ഷ പിശാചാശ്ച ഭൂതപ്രമഥനായക വിശുദ്ധ സത്വധാമ്യബ്ധ ത്വയി ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേ വയം ചാന്യേ ച താദൃശ കേചനോത്ബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമദം ന തഥാ സത്വസംരബ്ധ
സന്നികൃഷ്ടാസുരാദയ. എന്നിട്ടോ കുറച്ച് തന്നങ്ങളുടെ ആ മഹത്വം കുറച്ചുകൂടി പറയുകയാണ്. എങ്ങനെയാണ്? ദൈത്യന്മാര്, ദാനവന്മാര്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, ചാരണന്മാര്, യക്ഷരക്ഷ പിശാചുക്കള്, ഇവരൊക്കെയാണ്. പിന്നെയോ ഭൂതങ്ങള്, പ്രമദഗണാധിപന്മാര്, അവരും വയം ഞങ്ങളും താതിരി അപ്രകാരമുള്ള അന്യന്മാരും. എങ്ങനെയാണ് ഞങ്ങളൊക്കെ? എങ്ങനെയാ വെച്ചാൽ ആ രജോ ഗുണം തമോ ഗുണം വർദ്ധിച്ചുള്ള കൂട്ടല്ല. ഞങ്ങളെല്ലാവരും വിശുദ്ധ സത്വധാമിനി, വിശുദ്ധമായ സത്വഗുണത്തിന്റെ സ്ഥാനമായും ശാസ്ത്രശരീരിണി, ശാസ്ത്രമാകുന്ന സ്വരൂപത്തോടു കൂടിയായിരിക്കുന്ന തൊയ് അങ്ങയിൽ നിത്യം നിബദ്ധവൈര, എപ്പോഴും അങ്ങയോട് ഇങ്ങനെ വൈരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ബന്ധിക്കപ്പെട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ പറയുകയാണ്. എന്നല്ലോ കേചനോത്ബദ്ധ വൈരേണ ഭക്യാ കേചന കാമത നതഥാ സത്വസംരബ്ധ സന്നികൃഷ്ടാസുരാദയ. അങ്ങനെ ചിലരിങ്ങനെ ബദിൽ, ചിലർ അങ്ങയെ വളരെയധികം ബന്ധിക്കപ്പെട്ടുള്ള വൈരത്തോടു കൂടിയിട്ടാണ്. വേറെ ചിലർ ഭക്തിയാ ഭജിക്കണു, വേറെ ചിലർ കാമം കൊണ്ടും പലതരത്തിലും ഭജിക്കണമെന്ന് പറയുകയാണ്. സന്നികൃഷ്ട സമീപത്തിലായിട്ട് ഭവിച്ചണെങ്കിലും സത്വസംരബ്ധ സുരാദയ തഥാ ന സന്നികൃഷ്ട. എന്നാലോ ആ സത്വഭാവത്തിലുള്ള ദേവന്മാർക്ക് കൂടിയിട്ട് അങ്ങയെപ്പറ്റി അങ്ങനെ എല്ലാപ്പോഴും സ്ഥിരമായിട്ടുള്ള വിചാരം ഇല്ലാത്തത് കൊണ്ടാവാം അത്ര സന്നികൃഷ്ടന്മാരല്ല എന്ന് പറയുകയാണ്. അവർക്ക് കാരണം ഞങ്ങൾ ബദ്ധവൈരം കൊണ്ടാണെങ്കിലും എപ്പോഴും അങ്ങയെ തന്നെ സ്മരിച്ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് എപ്പോഴും അങ്ങയിൽ തന്നെയാണെന്ന് പറയുകയാണ്. അത് വൈരം കൊണ്ടും കാമം കൊണ്ടുമൊക്കെ ഞങ്ങളുടെ വിചാരം വളരെയധികം ശക്തിമത്തായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വേഗത്തിൽ അങ്ങയുടെ സമീപസ്ഥിതി സിദ്ധിക്കുന്നു എന്നാണ് ഇതിൻ്റെ തത്വം. ഇതമിത്തമിതി പ്രായ തവ യോഗേശ്വരേശ്വര ന വിദന്ത്യവിയോഗേശ യോഗമായാം കുതോ വയം. യോഗേശ്വരേശ്വര, യോഗേശ്വരന്മാർക്കും ഈശനായവനെ, യോഗേശ അഭി തവ യോഗമായാം, അതായത് യോഗേശന്മാരായിട്ടുള്ള ആൾക്കാർക്ക് കൂടിയിട്ട് അങ്ങയുടെ ആ യോഗമായ ഇന്ന രീതിയിലാണ് എന്ന് പ്രായ ന വിദന്തി, പ്രായേണ അറിയുന്നില്ല പറയാണ്. വയം കുത, പിന്നെ ഞങ്ങളുടെ കാര്യം പറയാണ്ടോ എന്ന് ചോദിക്കുകയാണ്. തന്ന പ്രസീത നിരപേക്ഷ വിമൃഗ്യയുഷ്മൽ പാദാരവിന്ദതിഷാന്യ ഗൃഹാന്തകോവൽ നിഷ്ക്രമ്യ വിശ്വശരണാംഗ്രി ഉപലബ്ധവൃത്തി ശാന്തോയതൈകൗത സർവസഖൈശ്ചരാമി. അതുകൊണ്ട് ഇതാ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങയോട്. എന്താണ്? നിരപേക്ഷ വിമൃഗ്യ യുഷ്മൽ പാദാരവിന്ദ ദിഷണ അന്യഗൃഹാന്തകോപാൽ, ഒന്നിലും നിരപേക്ഷന്മാരെ ആസക്തി ഇല്ലാത്തവരാൽ എപ്പോഴും അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ആ തൃപ്പാദ കമലങ്ങളാകുന്ന ആ അവലംബത്തിൽ നിന്ന് അന്യമായിട്ടുള്ളത് എന്താണ്? ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്ന്. ആ പൊട്ടക്കിണർ ഞങ്ങളിപ്പോൾ ഇതുവരെ ആ പൊട്ടക്കിണറ്റിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന് കരയേറിയിട്ട് വിശ്വശരണ അംഗ്രി ഉപലബ്ധവൃത്തി, ലോകർക്ക് തണലേകുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വീണ ഫലങ്ങൾ ഭക്ഷിച്ച് ശാന്തനായി ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും സുഹൃത്തായുള്ള ഭക്തജനങ്ങളോട് കൂടിയോ യഥാചരാമി, ഏതു വിധത്തിലായാൽ സഞ്ചരിക്കുമോ അത് ന പ്രസീത, ഞങ്ങൾക്ക് പ്രസാദമായിട്ട് തന്നാലെന്ന് പറയുകയാണ്. അതായത് അങ്ങയുടെ പാദാരവിന്ദങ്ങൾ ഒഴിച്ചിട്ട് അതിൽ ശരണം പ്രാപിച്ചവർക്ക് പിന്നെ പ്രപഞ്ചത്തിൽ യാതൊന്നിനും പേടിയില്ല. അതില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ സംസാരത്തിൽ അങ്ങനെ പൊട്ടക്കണത്തിൽ അങ്ങനെ വീണ് ഈ ഗൃഹസ്ഥാശ്രമം അതിൽ മോചനം ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. എന്നാലോ ആ ഗൃഹസ്ഥാശ്രമം അങ്ങയുടെ ആ പാദത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് മോചനം ലഭിച്ചു കഴിഞ്ഞാലോ പിന്നെന്താണ്? ആ കാട്ടിലേക്ക് ചെന്ന വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടിയുള്ള ഫലങ്ങൾ ഭക്ഷിച്ചിട്ടോ ശാന്തനായിട്ടോ ഏകനായിട്ടോ ഭക്തന്മാരെ സത്സംഗം കൊണ്ട് ഭക്തന്മാരെ പിടിച്ചിട്ടോ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ സഞ്ചരിച്ച് കഴിയും. അതായത് മറ്റുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ട് ഭഗവാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കഴിയണേ, അത് മാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥനയുള്ളൂ. സർവസഖൈ, അങ്ങനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കഴിയാൻ അതിന് പ്രസീത, ഞങ്ങളെ അനുഗ്രഹിക്കണേന്നാണ് പറയണേ. ശാദ്യസ്മാനീശിതവ്യേശ നിഷ്പാപൻ കുരു ന പ്രഭോ പുമാന്യൽ ശ്രദ്ധയാദിഷ്ടം ചോദനായ വിമുച്യതേ. ഹേ ഈശിതവ്യ, ഈശ പ്രഭോ, രക്ഷാകർത്താക്കൾക്കും കൂടിയിട്ട് രക്ഷിതാവായനും ഈശ്വരനുമായും പ്രഭുവായിട്ടുള്ളവനെ എന്ന് വിളിക്കുന്നത്. അസ്മാൻ ശാധി, ഞങ്ങളെ ആജ്ഞാപിച്ചാലും ന നിഷ്പ
നിഷ്പാപാൻ കുരു, ഞങ്ങളെയെല്ലാം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് പാവ വിമുക്തരാക്കി തീർത്താലും യൽ ശ്രദ്ധയാ ആദിഷ്ടൻ, അങ്ങയുടെ നിർദ്ദേശത്തെ ആര് ശ്രദ്ധയോടെ അനുഷ്ഠിച്ചു വരുന്നുവോ അവൻ ചോദനായാ വിമുച്യത, അതായത് ഈ ചോദനകളിൽ നിന്നെല്ലാം വിമുക്തനായിത്തീരുന്നു എന്ന് പറയുകയാണ്. എന്താണ് ഈ ചോദനകളെന്ന് പറഞ്ഞാൽ? വിധി നിഷേധങ്ങൾ, വേദങ്ങളൊക്കെ പറഞ്ഞാൽ വിധി നിഷേധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം അതീതനായിത്തീരുന്നു. എങ്ങനെയാണ്? ഭഗവാനെ എൻ്റെ പാതാരങ്ങളെ ആശ്രയിച്ച ഭഗവാന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു വെച്ചാൽ പിന്നെയോ വിധി നിഷേധങ്ങളൊന്നും ആവശ്യമില്ല. അതായത് ഭഗവാനെ തന്നെ പരമാശ്രയമായിട്ട് ഇരുന്നാൽ മതി എന്ന് അത് ഉറപ്പായിട്ടുണ്ടെന്ന് പറയണം മഹാബലി. അപ്പം മറുപടി പറയാണ് അദ്ദേഹം ഭഗവാൻ. ശ്രീ ഭഗവാനുവാച ആസന്മരീചേ ഷഡ്പുത്ര ഊർണായം പ്രഥമയന്തരേ ദേവാകം ജഹസുർവീക്ഷ്യ സുതം യവിതുമുദ്യതം തേനാസുരീമകൻ യോനിം അധുനാവദ്യകർമ്മണ ഹിരണ്യകശിവോർജാത നീതാസ്തേ യോഗമായയാ ദേവക്യാ ഉദരേ ജാത രാജൻ കംസവിഹിംസിത സ താൻ ശോചത്യാത്മജൻ സ്വാം സ്മ ഇമിധ്യാസതേന്ദിയേ. ഭഗവാൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മഹാബലിയുടെ സ്തുതികളൊക്കെ വേണ്ട രീതിയിൽ കേട്ടിട്ട് താൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറയുകയാണ്. ആസൻ മരീചേ ഷഡ്പുത്ര ഊർണായാം പ്രഥമേ അന്തരേ, ആദ്യത്തെ അതായത് സ്വയംഭൂവ മന്വന്തരത്തിൽ മരീചിക്ക് ഊർണ എന്നുള്ള പത്നിയിൽ ഷഡ്പുത്ര 6 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ദേവ കം ജഹസുർവീക്ഷ്യ സുതാം യവിതു മധ്യതം, അവർ ഈ 6 പേര് ബ്രഹ്മാവ് സ്വപുത്രിയെ കം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് തൻ്റെ പുത്രിയായുള്ള സരസ്വതിയെ പ്രാപിക്കാൻ ഭാവിക്കുന്നത് കണ്ടിട്ട് അവർ ബ്രഹ്മാവിനെ ജഹസുർ അത് കണ്ടിട്ട് പരിഹസിച്ചു എന്നാണ് പറയുന്നത് ഈ 6 പേര്. അതിൻ്റെ കർമ്മഫലമായിട്ട് തേൻ ആസുരീ മകന്യോ ഇത്തരം അവധ്യകർമ്മണ, ഈ പരിഹാസമാകുന്ന ദുരിച്ച കർമ്മത്തിൻ്റെ ഫലമായിട്ട് ബ്രഹ്മശാപത്താൽ അവർ ആസുരജന്മം സ്വീകരിക്കേണ്ടി വന്നു കേട്ടോ. അവരെന്ത് ചെയ്തു? ഹിരണ്യകശിപോർ ജാത, ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ട് അവർ ജനിച്ചു. പിന്നെ അവരെയോ എൻ്റെ യോഗമായ കൊണ്ട് ഞാൻ അവരെയൊക്കെ നയിച്ചിട്ട് എന്ത് ചെയ്തു? ദേവക്യാ ഉദരേ ജാത, അവർ ദേവകിയുടെ ഗർഭത്തിലേക്ക് ആനയിച്ചു. അവരാണ് രാജൻ കംസവിഹിംസയെ പരീക്ഷിത്തെ മഹാബലി അവരെ എല്ലാവരെയും കംസൻ വധിച്ചു കേട്ടോ. സതാൻ ശോചത്യാത്മജ, അവരിപ്പോൾ വീണ്ടും എന്നിട്ട് ഇതാ ഇവിടെ അങ്ങയുടെ കൂടെ സുതലത്തിലുണ്ട്. അവർ തൻ്റെ പുത്രന്മാരാണെന്ന് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് തൻ്റെ ഗർഭത്തിൽ കൂടെ വന്നില്ലേ, അതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ അമ്മയായിട്ടുള്ള ദേവകീ ദേവി. അവർ അങ്ങയുടെ ഇമേ അധ്യാസത എന്തികത്തെ അന്തികേ, അവരിപ്പോൾ അങ്ങയുടെ അരികത്തുണ്ട് 6 പേരെന്ന് പറയുകയാണ്. അവരെ ഇത് ഏതാൻ പ്രണയിഷ്യാമോ മാതൃശോകാപനത്തയേ തഥ ശാപാൽ വിനിർമുക്ത ലോകം യാസ്യന്തി വിജ്വരാ. ആ 6 പേരും എങ്ങനെയാണ് ഇപ്പം അങ്ങയുടെ അടുത്തുനിന്ന് പറഞ്ഞത്? അവർ അമ്മയുടെ മാതാവിൻ്റെ ശോകം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. പ്രണേഷ്യാമോ മാതൃശോകാപനത്തയേ എന്നിട്ടോ തഥ ശാപാൽ വിനിർമുക്ത, അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവർ ഈ ശാപമോക്ഷം ലഭിച്ചവരായിട്ട് അവരുടെ ലോകം യാസ്യന്തി വിജ്വര, അവർ ദേവന്മാരായിട്ടുള്ള അവരുടെ സ്വദേശമായിട്ടുള്ള സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്യും. ഇനി അവരുടെ പേരുകൾ പറയുകയാണ്. സ്മരോൽഗീത പരിഷ്വംഗ പതംഗ ക്ഷുദ്രഭൃഗൃണീ ഷണിമേ മൽപ്രസാദേന പുനരാസ്യന്തി സൽഗതിം. സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രവൃത്ത്, ഗൃണി, ഇതാണ് അവരുടെ പേരുകൾ എന്ന് പറയുകയാണ്. ഇവരുടെ ആ പേരുകളൊക്കെ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അർത്ഥമാണ് ഇവരുടെ പേരുകൾക്കുള്ളത് പറയുകയാണ്. ഇവരായിരുന്നു ഈ 6 പുത്രന്മാർ. ഏതായാലും അവരെ ഇത്യുക്ത്വാ തൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീമേത്യ മാതു പുത്രാനയച്ഛതം. അങ്ങനെ ആ മഹാബലിയാൽ പൂജിതനായിട്ടുള്ള ഭഗവാൻ ഇന്ദ്രസേനേന പൂജിതവും താൻ സമാധായ 6 പുത്രന്മാരെയും തൻ്റെ കൂടെ കൊണ്ടുവന്നിട്ട് പുനർദ്വാരവതീമേത്യ ദ്വാരകയിലെത്തിയിട്ട് പുത്രാനയച്ഛതാം അവരെ തങ്ങളുടെ അമ്മയായിട്ടുള്ള ദേവകിക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്തു പറയുകയാണ്.
താൻ ദൃഷ്ട്വാ ബാലകൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനീ പരിഷ്വജ്യാംഗമാരോപ്യ മൂർധന്യജിഘ്രൻ അഭീക്ഷണ അപായയൽ സ്തനം പ്രീത സുതസ്പർശ പരിപ്ലുത മോഹിതാ മായയാ വിഷ്ണോർ യയാ സൃഷ്ടി പ്രവർത്തതേ. താൻ ദൃഷ്ട്വ ആ ബാലകന്മാരെ കണ്ടിട്ട് താൻ ബാലകാൻ ദൃഷ്ട്വ പുത്രസ്നേഹസ്നുതസ്തനി ദേവകീദേവിക്ക് തൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് ചുരന്നു എന്നാണ് തൻ്റെ ആ മരിച്ചുപോയ കുട്ടികളെ വീണ്ടും തിരിച്ച് കണ്ടപ്പോഴേ അവരെ ആലിംഗനം ചെയ്തിട്ട് അംഗമാരോപ്യ മടിയിലിരുത്തിയിട്ട് മൂർധ്നി അഭീക്ഷണ അജിഗ്രൽ മൂർധാവിൽ പലതവണ അവരെങ്ങനെ കാണിച്ചു ചുംബിച്ചു എന്ന് പറയുകയാണ്. അപായൽ എന്നിട്ടോ മാത്രമല്ല സുതസ്പരിശ പരിപ്ലുത ആ തൻ്റെ ആ പുത്രന്മാരുടെ ആ സ്പർശനം കൊണ്ട് സ്ഥലം ചുരന്നിട്ടുള്ള അവര് വിഷ്ണു മായയാ മോഹിത ഭഗവാന്റെ മായയാൽ മോഹിച്ചവളായിട്ട് പ്രീത സന്തുഷ്ടയായിട്ട് സ്ഥനം അപായൽ അവരെ ആ സ്ഥലം കുടിപ്പിച്ചു എന്ന് പറയുകയാണ്. യയാ സൃഷ്ടി പ്രവർത്തതേ അങ്ങനെയാണ് ആ ഭഗവാന്റെ മായ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയും എല്ലാം ഉണ്ടാവുന്നത്. ആ മായയിൽ മോഹിതയായിട്ടാണ് ദേവി ആ തൻ്റെ ആ പുത്രന്മാരെ സ്ഥലം കുടിപ്പിച്ചത്. ഇനി ആ സ്ഥലത്തിന്റെ മഹത്വം എന്താണ്? പീത്വാമൃതം പയസ്തസ്യ പീതശേഷം ഗദാവൃത നാരായണ അംഗസംസ്പർശ പ്രതിലബ്ധാത്മദർശന. ഗദാവൃത പീതശേഷം ഗദാവൃത്തായിട്ടുള്ള അതായത് ഗദാധരനായിട്ടുള്ള ഭഗവാൻ കുടിച്ചിട്ടുള്ളതിൻ്റെ വലിയ പ്രസാദമായിട്ടാണ് ഇവർ കുടിച്ചത്. അതായത് ഇവർ മീതുള്ള ആൾക്കാരായിരുന്നാലും അവർക്ക് ദേവകയുടെ മുല കുടിക്കാനൊന്നും പറ്റിയില്ല. അവരിപ്പോഴാണ് ഭഗവാൻ കുടിച്ചിട്ടുള്ള മുല അവർക്കും കുടിക്കാൻ പറ്റിയില്ലതാണ്. അതാണ് തസ്യ അമൃതം പയ പീത്വ ആ അമൃതരൂപമായിട്ടുള്ള അതിനെ സ്ഥലത്തിനെ പാനം ചെയ്തിട്ടും നാരായണാംഗ സംസ്പർശ ആ ഭഗവാന്റെ അംഗസ്പരം സംസ്പരിച്ച് നിമിത്തം അവർക്ക് എന്തുണ്ടായി? അവരുടെ പൂർവ്വജന്മത്തിലുള്ള എന്തും അവരുടെ യഥാർത്ഥത്തിലുള്ള അതിലെ ആത്മജ്ഞാനം അവർക്ക് ലഭിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ടോ തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകിം പിതരം ബലം മിഷതം സർവഭൂതാനം യയുർധാമതിവൗകസം. തേ അവര് ഗോവിന്ദം ദേവകിം പിതരം ബലം നമസ്കൃത്യ ആ ഭഗവാനെയും ദേവകീദേവിയും അച്ഛനായിട്ടുള്ള വസുദേവനെയും മൂത്ത സഹോദരനായ ബലരാമനെയും ഒക്കെ നമസ്കരിച്ചിട്ട് സർവഭൂത എല്ലാ പ്രപഞ്ചത്തിലെല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ ദിവൗകസാം ദേവന്മാരുടെ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. തം ദൃഷ്ട്വാ ദേവകീദേവി മൃതാഗമന നിർഗമം മേനേഷു വിസ്മിതാമായം കൃഷ്ണസ്യ രചിതം ധ്രുവാ. പരീക്ഷിത്തെ ദേവകീദേവി ഈ ഇങ്ങനെ താൻ മരിച്ചവരുടെ ആ വരവും പോക്കും കണ്ടിട്ട് ഏറ്റവും വിസ്മയിച്ചവളായിട്ട് എന്താണ് കൃഷ്ണസ്യ രചിതാം മായാം ഇതെല്ലാം ആ ഭഗവാന്റെ മായയാണെന്നോ മനസ്സിലായി. ഏവം വിധന്യത്ഭുതാനി കൃഷ്ണസ്യ പരമാത്മന വീര്യണ്യനന്തവീര്യസ്യ സന്ധ്യനന്താനി ഭാരത. ഹേ ഭാരത കുരുകുലശ്രേഷ്ഠനായിട്ടുള്ള പരീക്ഷത്തെ അനന്തവീര്യസ്യ പരമാത്മന കൃഷ്ണസ്യ അവസാനമില്ലാത്ത പരാക്രമത്തോടു കൂടിയിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏവം വിധാനി അനന്താനി അത്ഭുതാനി വീര്യാണി സന്ധി ഇപ്രകാരമുള്ള അളവില്ലാതെ കണക്കില്ലാത്തതായിട്ടുള്ള ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള വീര്യങ്ങൾ ഇനിയും ധാരാളം ഉണ്ടെന്ന് പറയാണ്. സൂതം പറയാണ്. അപ്പോൾ ഈ യൈതമനുശൃണോതി ശ്രാവയേൽ വാമുരാരേ ചരിതമൃതകീർത്തേർ വർണ്ണിതം വ്യാസപുത്രൈ ജഗദകവിതലം തൽ ഭക്തസൽക്കർണപൂരം ഭഗവതികൃതചിത്തോ യാതി തൽ ക്ഷേമധാമാ. ഇതിൻ്റെ ഇടയിൽ സൂതൻ ശൗനകാദികൾ പറയാണ് അമൃതകീർത്തേ മുരാരേ നാശരഹിതനായിട്ടുള്ള നാശരഹിതമായിട്ടുള്ള കീർത്തിയോടുകൂടിയിട്ടുള്ള ഭഗവാന്റെ ഈ കഥകൾ വ്യാസപുത്രനാൽ വർണ്ണിക്കപ്പെട്ടതും ഏറ്റവും എങ്ങനെയാണ് ജഗത് അകഭിൽ ലോകത്തിൻ്റെ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതും ഭക്തസൽ കർണപൂരം ഭക്തന്മാർക്ക് കർണങ്ങൾക്ക് ആഭരണവുമായിട്ടുള്ള ഈ ചരിത്രത്തെ അനുശൃണോതി യാതൊരുത്തവൻ കേൾക്കുന്നുവോ യാതൊരുത്തൻ കേൾപ്പിക്കുന്നുവോ അവർക്ക് ഭഗവതി കൃതജിത് ഭഗവാനിലെ ഉറച്ച മനസ്സുകൂടിയായിട്ട് തൽ ക്ഷേമധാമ ആ ഭഗവാന്റെ ക്ഷേമമായിട്ടുള്ള ആ സ്ഥാനത്തെ യാനം ചെയ്യും എന്ന് ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മൃതാഗ്രജാനനം നാമ പഞ്ചാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.